അത്ഭുതങ്ങളുടെ കലവറയായ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഇസ്മ പലർക്കും അറിയാം, പലരും അവരുടെ ജീവിതത്തിൽ സ്ഥിരമായി പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഇസ്മാണ്. മഹാന്മാരുടെ അടുക്കലിൽ നിന്നൊക്കെ ഇജാസത്ത് വാങ്ങിയിട്ട് ആത്മാർത്ഥമായി ചെയ്തിട്ട് അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഔലിയാക്കളുടെയൊക്കെ ഇസ്മാണ് ഈ ഇസ്മ. ഈ ഇസ്മ കൃത്യമായി ചൊല്ലേണ്ട രൂപത്തിൽ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ ഇസ്മിൻ്റെ മഹത്വം അപാരവും ഇതിൻ്റെ പ്രയോജനം വളരെ പ്രസിദ്ധവുമാണ്. ഈ ഇസ്മ യാ എന്നുള്ള നിദാഇൻ്റെ അക്ഷരം കൂട്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ടൊരു പ്രത്യേക എണ്ണം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിക്കുന്നോ അത് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമെന്ന് ഉറപ്പുള്ള അതിവിശിഷ്ടമായൊരു ഇസ്മാണ് ഈ ഇസ്മ. പെൺമക്കളുടെയോ സഹോദരിമാരുടെയോ ഒക്കെ വിവാഹം മുടങ്ങിക്കിടന്ന് അതൊരിക്കലും നടക്കാതെ വളരെയധികം പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഞൊടിയിടയില്ല വിവാഹം നടന്നു കിട്ടാൻ ഈ ഇസ്മ ഹാജത്തിൻ്റെ 2 റക്അത്ത് നിസ്കാരം നിർവഹിച്ച് ആത്മാർത്ഥമായിട്ട് 100 തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അവർക്ക് അനുയോജ്യരായ ഇണകൾ അടുക്കും എന്നുള്ളത് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന, ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ കൊണ്ട് ചതികളിൽ വഞ്ചനകളിലൊക്കെ പെട്ട ആളുകൾക്ക്, ശത്രുക്കളെ കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ആളുകൾക്ക് ഈ ഇസ്മ കൊണ്ട് വളരെ സവിശേഷമേറിയ ഒരു അമലുണ്ട്. നമ്മൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ ദുരിത കയങ്ങളിൽ നിന്ന് രക്ഷ നേകാൻ ഈ ഇസ്മ വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. കേസുമായി ബന്ധപ്പെട്ട് കോടതി വിധികൾ വരുമ്പോൾ, ജാമ്യവുമായി ബന്ധപ്പെട്ട വിചാരണകളും മറ്റുമൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഇസ്മ മുറുകെ പിടിച്ച എത്രയോ ആളുകൾക്ക് അത്ഭുതകരമാകുന്ന രൂപത്തിൽ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. വുളു എടുത്തൊരൊഴിഞ്ഞ സ്ഥലത്തിരുന്ന് വെള്ളിയാഴ്ച രാവിലെ ആത്മാർത്ഥമായിട്ട് ഈ ഇസ്മ കൃത്യമായൊരു എണ്ണത്തിൽ ഇതിൻ്റെ അതനുസരിച്ചോ മറ്റോ ഒക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യം മുൻനിർത്തി ദുആ ചെയ്ത് കഴിഞ്ഞാൽ ബിഇദ്നില്ലാഹി തആല ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് നമ്മൾ സ്ഥിരമായി ചൊല്ലുന്ന, നമുക്കൊക്കെ പരിചയമുള്ള, ഇവിടെ നിന്ന് തന്നെ പലപ്പോഴും പല ആളുകളും കൃത്യമായിട്ട് നേരിട്ട് വാങ്ങിക്കൊണ്ടുപോയ വളരെ ശ്രേഷ്ഠമേറിയ ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. ഇവിടെ ഞായറാഴ്ച നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ലിസ്റ്റിൽ പേരുള്ളവരെ മാത്രമേ നമുക്ക് നോക്കാൻ സാധിക്കുള്ളൂ. ഒരു കൃത്യമായ എണ്ണം മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ ID-യിൽ പോയി കഴിഞ്ഞാൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ കാര്യങ്ങളിലേക്ക് നമ്മെ അടുപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നീ വലിയ റാഹത്തും സന്തോഷവും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അൽ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ, ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഇസ്മ ചൊല്ലാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല നമ്മുടെ കൂട്ടത്തിൽ. സൂക്ഷ്മദൃഷ്ടിയുള്ളവൻ, മൃദുവായി വർത്തിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ പദത്തിൻ്റെ അർത്ഥം. നമ്മൾ ഓരോ ഇസ്മിനെ കുറിച്ചും അതിൻ്റെ കൃത്യമായ രൂപത്തിൽ നമ്മൾ അമൽ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അത് ഉൾക്കൊള്ളുന്ന അർത്ഥ തലങ്ങളെയൊക്കെ മനസ്സിലാക്കി ചൊല്ലുമ്പോഴാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഇസ്മിൻ്റെ ചെറിയ രൂപത്തിലുള്ള അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ അമലുകളൊക്കെ നമ്മൾ വിശദീകരിക്കണം. നിങ്ങൾ പൂർണ്ണമായിട്ട് കേട്ടിരിക്കണം. അമൽ മാത്രം കേട്ട് ചെയ്തത് കൊണ്ട് ഒരു പക്ഷേ ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കി ചെയ്യണം, ചൊല്ലണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൽ ലത്തീഫ് എന്നാ പറയേണ്ട ത്വാ ആണ്. അൽ ലത്തീഫ്, ലത്തീഫ് സൂക്ഷ്മദൃഷ്ടിയുള്ളവൻ, മൃദുവായി വർത്തിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ പദത്തിൻ്റെ അർത്ഥം. പ്രവർത്തികളിൽ കനിവും ജ്ഞാനത്തിൽ സൂക്ഷ്മദൃഷ്ടിയും സമ്മേളിച്ചവൻ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അർത്ഥത്തിലാണ് അൽ ലത്തീഫ് എന്ന അല്ലാഹുവിനെ നാം ഓരോരുത്തരും വിളിക്കുന്നതും പറയുന്നതും, അള്ളാഹുവിൻ്റെ നാമം അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളതും. ജ്ഞാനത്തിലും പ്രവൃത്തിയിലും ഈ ഗുണം സമ്പൂർണമായവനും അതിനിഗൂഢവും പരമരഹസ്യവുമായ നന്മകളുടെ സർവവശങ്ങളെയും തിരിച്ചറിയുന്നവനും അള്ളാഹു മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം രഹസ്യമെന്ന് പറയുന്ന സംഗതിയേ ഇല്ല. ഏത് പരമരഹസ്യവും അവൻ്റെ അടുക്കൽ പരസ്യമാണ്. അത് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൂക്ഷ്മദൃഷ്ടിയുള്ളവനാണ്, മൃദുവായി വർത്തിക്കുന്നവനാണ്. അവൻ്റെ അടിമകളോട് വളരെയധികം നമ്മോടൊക്കെ സ്നേഹത്തോടെ കനിവുള്ളവനാണ്, ദയാലുവാണ്, പരമദയാലുവാണ് റബ്ബ് സുബ്ഹാനഹു വ തആല
എല്ലാ വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു നന്മ കണക്കാക്കിയിട്ടുണ്ടാകും. അതിലേക്കാണ് അള്ളാഹു നമ്മെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് അൽ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും എല്ലാ വിഷയത്തിലും ഒരു മൃദുലത, എല്ലാ വിഷയത്തിലും ഒരു സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നുള്ളതാണ്. അൽ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ പ്രത്യേകത തന്നെ, ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തുമ്പോൾ എല്ലാ വിഷയങ്ങളിലും ഒരു ലുത്തുഫ് ഉണ്ടാകാൻ കാരണമാകും എന്നുള്ളതാണ്. ഒരു ഹാർഡ്നെസ്, എല്ലാ വിഷയത്തിലും ഒരു ബുദ്ധിമുട്ട് നീങ്ങിയിട്ട് ഒരു എളുപ്പമുണ്ടാകും. നമ്മുടെ വീട്ടിലൊരു വിവാഹം നടക്കുന്നുണ്ട്, യാ ലത്തീഫ് എന്നുള്ള ഇസ്മ സ്ഥിരമായി ചൊല്ലുന്ന ആളുടെ മോളുടെ വിവാഹമാണ്, എന്നാൽ അതിലൊരു എളുപ്പമാവും കാര്യങ്ങളൊക്കെ. അയാളൊരു കച്ചവടം ചെയ്യുന്നുണ്ട്, ആ ഷോപ്പ് നടത്തുന്നുണ്ട്, ആ ഷോപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അയാൾക്ക് എല്ലാ കാര്യങ്ങളും ഒരു എളുപ്പം കിട്ടാൻ കാരണമാകും, എല്ലാത്തിലും ഒരു സഹിലാവും. ഈ യാ ലത്തീഫ്, അൽ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ അത് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നൊരു വിഷയവുമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ തീവ്രതയുടെയും കാഠിന്യത്തിൻ്റെയും ശൈലി ഒഴിവാക്കി വിനയത്തിൻ്റെയും സൗമ്യതയുടെയും തിയറി നാം ഓരോരുത്തരും സ്വീകരിക്കുക. നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നാം ഇടപെടേണ്ട സാഹചര്യങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ മൃദുവായിട്ട് അതിനെ സമീപിക്കുക, അതിനെ ഹാർഡായിട്ട് സമീപിക്കാതിരിക്കുക. എപ്പോഴും ആരാലും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആ വിഷയത്തിനോട് സമീപിക്കുക എന്നുള്ളതാണ് അൽ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ നമ്മോട് തേടുന്നത്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല മൃദുവായി വർത്തിക്കുന്നവനാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആ രൂപത്തിലാണ്. അള്ളാഹുവിൻ്റെ ഒരു അപ്രോച്ച് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെയും ഒരു സമീപനം അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അള്ളാഹു അവൻ്റെ അടിമകളോട് മൃദുവായും വിനയത്തോടെയും വർത്തിക്കുന്നു. ഉത്കൃഷ്ട സ്വഭാവം സ്വീകരിച്ചു ഉത്തമ ജീവിതം കൈകൊള്ളാൻ ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ ഇസ്മ പതിവാക്കുന്ന ഓരോരുത്തരും അവരുടെ ജീവിത ശൈലി മൃദുവായി സമീപിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇത് കേൾക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ, യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർ, നമ്മൾ നമ്മുടെ മജ്ലിസിലൊക്കെ എപ്പോഴും ചൊല്ലാറുള്ളതാണ് യാ ലത്തീഫ് എന്നുള്ളത്. ആ ഇസ്മ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ? ഏത് വിഷയങ്ങളിലും മൃദുവാകുക, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ വിനയാന്വിതരാവുക, ഒരു വാശിയില്ലാതെ ഇരിക്കുക, നമ്മുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ഇടപെടുന്ന മേഖലയിൽ എല്ലാം ഒരു സമീപനം എപ്പോഴും സോഫ്റ്റായിട്ടിരിക്കുക. അതാണ് ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്. അള്ളാഹു നമ്മോട് ഈ ഇസ്മ മനസ്സിലാക്കി തരുന്ന, അള്ളാഹു നമ്മോട് വർത്തിക്കുന്നതും ആ രൂപത്തിലാണ് എന്നുള്ളതാണ്. ഈ ഇസ്മിൻ്റെ മഹത്വം അപാരവും അതിൻ്റെ പ്രയോജനങ്ങൾ വളരെ പ്രസിദ്ധവുമാണ്. ഔലിയാക്കളിൽ പലരും ഈ ഇസ്മിൻ്റെ ഫലങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇസ്മിനെ കുറിച്ച് എഴുതിയ എത്രയോ പേജുകളുണ്ട്. ആ പേജുകളിൽ കൃത്യമായി ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ പറയാൻ നിന്നാൽ സമയമുണ്ടാകില്ല. വളരെ ചുരുങ്ങിയത് മാത്രം മാറ്റിക്കുറുക്കിയെടുത്തതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇസ്മ ആരെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് ഉരുവിടലിനെ പതിവാക്കിയാൽ ആപൽഘട്ടങ്ങളിലെല്ലാം വലിയ ആശ്വാസം അവന് ലഭിക്കും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലേക്ക് എത്തുമ്പോൾ ആ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് വലിയ മോക്ഷം ലഭിക്കാൻ കാരണമാകും. കടങ്ങളിൽ മുങ്ങിക്കിടക്കുമ്പോൾ, രോഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ ആശ്വാസം ലഭിക്കും. ആത്മാവിലോ ശരീരത്തിലോ ബാധിച്ച വിപത്തുകളെല്ലാം ഇത് ചൊല്ലുമ്പോൾ നീങ്ങിക്കിട്ടും. വേദനകൾ ക്ഷമിക്കും. അതേപോലെ തന്നെ ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. രോഗികൾക്കും അക്രമിയായ ഭരണാധികാരികൾക്ക് കീഴിൽ ശ്വാസം മുട്ടിക്കഴിയുന്നവർക്കും ഇത് വളരെ കൂടുതൽ പ്രയോജനപ്രദമാണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളെവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്, നമ്മുടെ സീനിയോറിറ്റിയുടെ ഭാഗത്ത് നിന്നൊക്കെ ചിലപ്പോൾ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് എത്തിയേക്കാം. അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈ ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഈ ഇസ്മിൻ്റെ മഹത്വം കൊണ്ട് നമുക്കതിലൊക്കെ വലിയ ആശ്വാസം ലഭിക്കുമെന്നുള്ളതാണ്. സ്വാലിഹ് എന്ന് പേരുള്ളവർക്ക് ഈ ഇസ്മ വളരെയധികം ഉപകാരം ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം പേരുകളുള്ള ആളുകളൊക്കെ ഈ ഇസ്മ സ്ഥിരമായി പതിവായി ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജയിലിൽ കഴിയുന്നവർക്ക്, തടവിൽ കഴിയുന്നവർക്ക് കൂടുതൽ ഫലം ചെയ്യുന്നൊരു ഇസ്മാണ്. അവരെ അകപ്പെട്ട ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, ജാമ്യവുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടൊക്കെ വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഈ ഇസ്മ വളരെയധികം യൂസ്ഫുൾ ആകും എന്നുള്ളതാണ്. ആഗ്രഹ പൂർത്തീകരണത്തിന് നമ്മുടെ ഏതേത് വിഷയങ്ങളും ഒരിക്കലും നടക്കില്ലെന്ന് കരുതി എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടന്നു കിട്ടാൻ
ഈ ഇസ്മ ഉപകരിക്കും എന്നുള്ളതാണ്. അള്ളാഹു നമുക്കിതൊക്കെ ചെയ്യാനും പതിവാക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെങ്കിലും ഈ ഇസ്മിനെ, നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ അമല്, ആരെങ്കിലും ഈ ഇസ്മിനെ സംബോധനാ രൂപത്തിൽ, ഇറ്റ്സ് മീൻസ് സംബോധനാ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ യാ എന്ന് ചേർത്തിയിട്ട് ഉച്ചരിക്കുക. യാ എന്ന് ചേർത്തിയിട്ട് യാ എന്നുള്ള അക്ഷരാണ് സംബോധന ചെയ്യാൻ, വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. യാ സെയ്ദ്, ഓ സെയ്ദേ. യാ സൈനബ്, ഓ സൈനബ്, വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അള്ളാഹുവിനെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യാ എന്ന അക്ഷരം ചേർത്തിയിട്ട് വെള്ളിയാഴ്ച രാവിൽ 4000 തവണ ഉരുവിടുകയും അതിനുശേഷം അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യം വളരെ ആത്മാർത്ഥമായിട്ട് മനമുരുകി പറയുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആ മുറാദ് ഹലാലായ മുറാദാണെങ്കിൽ അത് ഞൊടിയിടയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് പൂർത്തീകരിച്ചു കൊടുക്കും ബിഇദ്നില്ലാഹി തആല. വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ. മനസ്സറിഞ്ഞ് നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരു തവണയെങ്കിലും വെള്ളിയാഴ്ച രാവിലെ ചെയ്തു നോക്കുക. 4000 എന്ന് പറയുമ്പോഴേക്ക് തീരില്ല എന്ന് പേടിക്കേണ്ടതില്ല. യാ ലത്തീഫ് എന്ന് മാത്രം ചൊല്ലിയാൽ മതി. യാ ലത്തീഫ്, യാ ലത്തീഫ്, യാ ലത്തീഫ്, യാ ലത്തീഫ്, യാ ലത്തീഫ്, യാ ലത്തീഫ്, വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ തീരാവുന്നതേയുള്ളൂ. അതേപോലെ തന്നെ പെൺമക്കളുടെയോ സഹോദരിമാരുടെയോ ഒക്കെ വിവാഹം നടക്കാതെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ, അവരെ കെട്ടിച്ചയക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടത അനുഭവിച്ചിരിക്കുന്നവർക്ക് അവർ പൂർണ്ണമായും ശുദ്ധീകരിച്ച് കുളിച്ച് പൂർണ്ണ ശുദ്ധി വരുത്തിയിട്ട് കാമിലായ വുളൂ ചെയ്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഖിബിലയിലേക്ക് മുന്നിട്ട് ഈ ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് 100 തവണ ഓതിയിട്ട് അള്ളാഹുവിനോട് അവൻ്റെ ഈ ആവശ്യത്തിലേക്ക് ഒരു നളറുണ്ടാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് പറയുകയും ആവശ്യം നിറവേറ്റുകയും നല്ല ഒരു ഇണയെ അടുപ്പിക്കുകയും ചെയ്യണം എന്ന് അവനറിയാവുന്ന ഭാഷയിൽ പച്ചമലയാളത്തിൽ ദുആ ചെയ്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ആ മുറാദ് ഹാസിലാക്കി കൊടുക്കും. നല്ല ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക എന്നേ ഉള്ളൂ. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട റിയാള പൂർത്തിയാക്കി വീട്ടേണ്ടുന്ന ആളുകളുണ്ട്. റിയാള പൂർത്തിയാക്കി വീട്ടിയവർ അൽഹംദുലില്ലാ, വീട്ടാത്തവർ അത് വീട്ടാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി വീട്ടേണ്ടതേ ഉള്ളൂ. റിയാള എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ അസ്മാഉൽ ഹുസ്നയുടെ റിയാള എന്താണെന്ന് വിശദീകരിക്കാൻ വേണ്ടി മാത്രം നിരവധി വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് അത് നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അത് കണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. റിയാള പൂർത്തിയാക്കി വീട്ടി ചൊല്ലി, റിയാള പൂർത്തിയാക്കി വീട്ടാതെ ചൊല്ലി, രണ്ടും മാറ്റമുണ്ട്. ചിലപ്പോൾ ഫലം കൂടുതൽ റിയാള പൂർത്തിയാക്കി വീട്ടിയതിന് വളരെ പെട്ടെന്നും വേഗതയിലും വളരെ അവനക്ക് ആവശ്യമാകുന്ന രൂപത്തിലും അത് പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റിയാള പൂർത്തിയാക്കി വീട്ടിയവരൊക്കെ എഴുതി അറിയിക്കണം ഇൻഷാ അല്ലാഹ്. വല്ല അക്രമിയെയും അമർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഈ ഇസ്മ 16,641 16,641 അത്രയും തവണ ചൊല്ലണം. ആ ചൊല്ലുന്നതിൻ്റെ ഇടയിൽ ഭൗതിക സംസാരങ്ങൾ സംസാരിക്കരുത്. എന്ന് വെച്ചാൽ 16,641 തവണ ചൊല്ലുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്കൊക്കെ പ്രയാസമാകും. നമ്മൾ ആദ്യം ഒരു 100 തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കും. എന്നാൽ 100 തവണ ചൊല്ലുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കരുത് ഭൗതിക സംസാരങ്ങൾ. അല്ലെങ്കിൽ ഒരു 300 തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്ന 300 തവണ ചൊല്ലുന്നതിൻ്റെ ഇടയിൽ ഭൗതിക സംസാരങ്ങൾ സംസാരിക്കരുത്. അങ്ങനെയാണ്. അതുകൊണ്ട് പ്രയാസമുള്ളവർ അർത്ഥം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇടയിൽ സംസാരിക്കാതെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ആദ്യം മുതൽ ഒടുക്കം വരെ ഫലം ചെയ്യുമോ ഇല്ലയോ എന്ന സംശയം ഒരിക്കലും ഉണ്ടായിരിക്കരുത്. ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ്, ഇൻഷാ അല്ലാഹ് എനിക്കിതിന് റിസൾട്ട് ലഭിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടെയാണ് ചെയ്യേണ്ടത്. വിജയം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ചൊല്ലണം. ചൊല്ലിക്കഴിഞ്ഞ് വളരെ ആത്മാർത്ഥമായിട്ട് അവനറിയാവുന്ന ഭാഷയിൽ റബ്ബിനോട് ഈ വിഷയത്തിൽ ഒരു സഹായം വേണമെന്ന് ആവശ്യപ്പെടണം. അതോടുകൂടി അവൻ്റെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടും. അക്രമിയുടെ ചതികൾ, വഞ്ചനകൾ, കുതന്ത്രങ്ങൾ ഒന്നും തന്നെ അവന് ഫലിക്കുകയില്ല. അതൊന്നും വിലപ്പോവുകയില്ല. അതെല്ലാം അന്തരീക്ഷത്തിൽ ധൂളികളാകുന്നത് പോലെ അതെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേദനകൾ ശമിക്കാനും ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടാനും ഉപകരിക്കുന്ന വളരെ ശ്രേഷ്ഠമേറിയ ഒരു രൂപമാണ് പൂർണ്ണമായ വുളൂ ചെയ്ത് ഹാജത്തിൻ്റെ 2 റക്അത്ത് നിസ്കാരം നിർവഹിച്ച് ഖിബിലക്ക് അഭിമുഖമായിരുന്നിട്ട് ഇതിനെ 16,641 തവണ ചൊല്ലണം.
എന്നാൽ അവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ അതിൻ്റെ ഇടയ്ക്ക് പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം. അവൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യണം എന്നുള്ളതാണ്. അവൻ്റെ ആവശ്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടും. അവൻ്റെ ജീവിതത്തിൽ എല്ലാം ലുത്ഫുള്ളതായിട്ട് മാറും. എല്ലാ വിഷയത്തിലും എളുപ്പമുണ്ടാകും എന്നുള്ളതാണ്. ഞെരുക്കവും തിടുക്കവും ഇല്ലാതെയാകാൻ 16,641 പ്രാവശ്യം 9 ദിവസം കൊണ്ട് ഉരുവിട്ട് തീർക്കണം. 9 ദിവസം കൊണ്ട് 16,641 തവണ. കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു രൂപമാണത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും രക്ഷ കിട്ടൂല എന്ന് കരുതിയ, ഒരിക്കലും സമാധാനമില്ല, സന്തോഷമില്ല, കുടുംബത്തിലാണെങ്കിലും അതേപോലെ തന്നെ ജോലി സംബന്ധമായ വിഷയത്തിലാണെങ്കിലും എങ്ങനെ നോക്കിയാലും ഒരു പ്രയാസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു സന്തോഷവും സമാധാനവും ഇല്ല. ആകെ ഞെരുക്കവും തിടുക്കും, ഒരു വിശാലത ഒന്നിലും കിട്ടുന്നില്ല, ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല. ആ രൂപത്തിലാണെങ്കിൽ ഒരു 9 ദിവസം കൊണ്ട് 16,641 തവണ ചൊല്ലിത്തീർക്കുക. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും അതിനുശേഷം 129 തവണ അല്ലാഹു ലത്തീഫും ബിഇബാദി വഹുവൽ ഖവിയുൽ അസീസ് എന്ന് ചൊല്ലുകയും വേണം. അപ്പോൾ 9 ദിവസങ്ങളിൽ ഓനെ 16,641 തവണ ചൊല്ലണം. അല്ലാഹു ലത്തീഫും ബിഇബാദി വഹുവൽ ഖവിയുൽ അസീസ് എന്ന് പറയുന്നത് അത് എന്ത് ചെയ്യണം? 129 തവണ ചൊല്ലുകയും വേണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏതേത് ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളൊക്കെ അള്ളാഹു വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ ഒരു കാരണമായിട്ട് ഈ അമലിനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ അള്ളാഹു ലത്തീഫും ബിഇബാദി എന്നുള്ളത് അത് അങ്ങനെ ചൊല്ലാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് 7 തവണ ഉരുവിടലിനെ പതിവാക്കിയാലും മതി. അതേപോലെ തന്നെ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ 4 വിധത്തിൽ പ്രവർത്തിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 4 വിധത്തിൽ. ഏതാണ് ആ 4 വിധത്തിൽ? ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള റിസ്ക്കിൻ്റെ വിശാലതയ്ക്ക് അതിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 2, ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന്. 3, അക്രമികളുടെ ദൃഷ്ടിയിൽ നിന്ന് മറയാൻ, അക്രമികളിൽ നിന്ന് രക്ഷ നേടാൻ, അക്രമികളുടെ ചതികളും വഞ്ചനകളും നമ്മിലേക്ക് എത്താതിരിക്കാൻ. 4, ജയിലിൽ കഴിയുന്നവർ, തടവിൽ കഴിയുന്നവർ, അവരുടെയൊക്കെ മോചനത്തിന് വേണ്ടിയിട്ട്. ഇങ്ങനെ 4 രൂപങ്ങളിൽ യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മഹാന്മാർ പഠിപ്പിച്ചതാണ്. ഏതൊക്കെയാണ്? നമ്മുടെ റിസ്ക്കിൽ വിശാലത ഉണ്ടാവാൻ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ, അക്രമികളുടെ ദൃഷ്ടിയിൽ നിന്ന് മറയാൻ, ഈ ജയിലിൽ കഴിയുന്ന, തടവിൽ കഴിയുന്നതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ? ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ശരീരവും വസ്ത്രവും നന്നായിട്ട് ശുദ്ധീകരിക്കണം. അങ്ങനെ 16,641 പ്രാവശ്യം യാ ലത്തീഫ് എന്നുള്ളത് ചൊല്ലണം. അങ്ങനെ 16,641 പ്രാവശ്യം യാ ലത്തീഫ് എന്നുള്ളത് ചൊല്ലുമ്പോൾ ഏതുദ്ദേശത്തോടു കൂടെയാണോ ചെയ്യുന്നത് അതിനുള്ള ആയത്ത് ഓരോ 100 തികയുമ്പോഴും 29 തവണ ഉരുവിടണം. ആയത്തുകൾ ഓരോന്നും ഏതാണെന്നുള്ളത് നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാനാണ് എന്നുണ്ടെങ്കിൽ അവന് അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയുൽ അസീസ് എന്നുള്ള ആയത്താണ് അവൻ ഓതേണ്ടത്. ഇനി അതിന് ശേഷം ഒരു ദുആ ഉണ്ട്, പറ്റുമെങ്കിൽ അത് ചെയ്യുക, ഇല്ലെങ്കിൽ അത് ചെയ്യേണ്ടതില്ല. മലയാളത്തിൽ ചെയ്താൽ മതി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തർസുഖനി റിസ്ഖൻ ഹലാലൻ വാസിഅൻ طيبا من غير تعب ولا مشقة ولا ضير ولا نصب إنك على كل شيء قدير. അത് ദുആ ആണ്. ആയത്ത് അല്ലാഹു ലത്തീഫും ബിഇബാദി യർസുഖു മൻ യശാ വഹുവൽ ഖവിയുൽ അസീസ് എന്ന ആയത്തില്ലേ മതി. ഇനി ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ, മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണെങ്കിൽ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ എന്നാ ചൊല്ലേണ്ടത്. അപ്പോൾ നമ്മൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ, അതേപോലെ തന്നെ ഭക്ഷണത്തിൽ നമ്മുടെ റിസ്ഖിൽ വിശാലത ലഭിക്കാൻ, ആഗ്രഹ സഫലീകരണത്തിന്, ഒരാളുടെ അടുക്കൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയെടുക്കാനാണെങ്കിൽ ആ ആളുടെ പേര് ചേർത്തിട്ടുള്ളൊരു ദുആയൊക്കെ ഉണ്ട്. അത് അറബിയിൽ അറിയാത്തവർ മലയാളത്തിൽ ചെയ്താൽ മതി. അല്ലാഹുമ്മ ഖുല്ലി ഹാജതി മിൻ ഫുലാനിൻ
ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവിടെ മിൻ ഫുലാനിൻ എന്ന സ്ഥലത്ത് ആരുടെ അടുക്കലിൽ നിന്നാണോ നമുക്ക് ആവശ്യം നേടിയെടുക്കേണ്ടത്, ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ഒരാളുടെ അടുക്കൽ നിന്ന് ജോലി ലഭിക്കാനാണെങ്കിൽ അവിടെ ആളിൻ്റെ പേര് ചേർത്ത് കൊടുക്കുക, മിൻ ഫുലാനിൻ എന്ന ഭാഗത്ത്. അല്ലാഹുമ്മ ഖുല്ലി ഹാജത്തി, അല്ലാഹുമ്മ ഖുല്ലി ഹാജത്തി മിൻ ഫുലാനിൻ എന്ന് പറയുന്ന സ്ഥലത്ത് പേര് ചേർത്ത് കൊടുക്കുക. ഇനി അങ്ങനെ ചേർത്ത് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ മനസ്സിലാ നീയത്തുണ്ടായാൽ മതി. ഇനി അറബിയിൽ പറയാൻ പറ്റുന്നില്ലെങ്കിലും കുഴപ്പമില്ല, മലയാളത്തിൽ നമുക്കറിയുന്ന ഭാഷയിൽ അല്ലാഹുവേ ഇന്നാലിന്നാളിൽ നിന്ന് എനിക്ക് ലഭിക്കാനുള്ള ആ കാര്യം നീ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചു തരണേ, നീയാണ് എല്ലാ കാര്യങ്ങളുടെ മേലിലും കഴിവുള്ളവൻ എന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത് തടവുകാരുമായി ബന്ധപ്പെട്ട മോചനവുമായി ചേർത്തിയിട്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് 16,641 തവണ ചൊല്ലുമ്പോൾ അതിലെ ഓരോ 100 തവണയും കഴിയുമ്പോൾ ഇന്ന റബ്ബി ലത്തീഫുൻ ലിമാ യശാ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ എന്ന് ചൊല്ലലാണ് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഓരോ 100 തവണയും ചൊല്ലിത്തീരുമ്പോൾ. ഇപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇത് മഹാന്മാർ ഈ ലത്തീഫിൻ്റെ പ്രത്യേകമായ ചില അമലുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ട ഒന്നാണ് നമ്മുടെ റിസ്ക്കിൽ വിശാലത ഉണ്ടാവാൻ, എപ്പോഴൊരു ഞെരുക്കാണ്, എന്നാൽ അതിനു വേണ്ടി ചൊല്ലേണ്ടത് ഇങ്ങനെയാണ്. രണ്ടാമത്തെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാണ്, അതിനു വേണ്ടി ചെയ്യേണ്ട ആയത്ത് ഇതാണ്. അതേപോലെ തന്നെ മൂന്നാമത്തത് അക്രമികളുടെ ദൃഷ്ടിയിൽ നിന്ന് മറയാൻ, അതിനു വേണ്ടി ചെയ്യേണ്ട ഇതാണ്. നാലാമത്തെ തടവുകാർ, ജയിൽ മോചിതർ, ഇങ്ങനെയൊക്കെ ഈ വിഷയത്തിന് വേണ്ടി ചെയ്യേണ്ട ഇതാണ്. അപ്പോൾ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് യാ ലത്തീഫ് എന്നുള്ളതിൻ്റെ അമൽ വളരെ പ്രസിദ്ധവും അത് ഉപയോഗിച്ചാൽ അത്രയധികം ഫലം ലഭിക്കുകയും ചെയ്യുന്നതാണ്. യാ ലത്തീഫ് എന്ന് ഉരുവിട്ടുകൊണ്ടേയിരിക്കുക 16,641 തവണ മറ്റൊരു അമലാണ്. ഉദ്ദേശം നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ ഉണ്ടാവണം. എന്നിട്ട് അതിൻ്റെ പ്രതിഫലം അത് ഗൗസിനും ഖുതുബിനും മറ്റെല്ലാ ഉലിയാക്കൾക്കും സജ്ജനങ്ങൾക്കും കൂടിയിട്ട് ഹദിയ ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യം 7 തവണ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ദുരിതങ്ങളില്ലാതാവാനും വേദനകൾ അകറ്റാനും ഭക്ഷണ വിശാലത ലഭിക്കാനും ഹാക്കിമിനെക്കുറിച്ച് പേടി തുടങ്ങിയവയ്ക്കെല്ലാം ഈ നാമം സുബ്ഹ് നിസ്കാരത്തിന് ശേഷം 129 തവണ എന്നും മുടങ്ങാതെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അവൻ്റെ ആവശ്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരൊക്കെ പറയുന്നത് ഇതിൻ്റെ ഈ ഇസ്മിൻ്റെ ഏത് അമല് ചെയ്യുന്ന ഘട്ടത്തിലും ആദ്യ 2 റക്അത്ത് നിസ്കരിക്കണം എന്നാണ്. 2 റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹയും അലം നശ്റഹും ഓതണം. അതിനുശേഷം യാ ലത്തീഫ് എന്നുള്ള ഇസ്മോന് ചൊല്ലിക്കൊണ്ടിരിക്കണം. എത്ര തവണയാണോ ചൊല്ലാൻ പറ്റുന്നത് അത്രയും തവണ ചൊല്ലിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അവൻ്റെ വിഷയങ്ങളും ആഗ്രഹങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഈ അമല് ചെയ്യണം എന്നുള്ളതാണ് മഹാന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ഇതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും. ഒരു ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് വുളു എടുത്ത് പ്രത്യേക നീയത്തോടുകൂടെ നല്ല ശുദ്ധമായി നജസ്സുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഖിബലക്ക് മുന്നിട്ട് ഈ നാമം 100 തവണ ഉരുവിട്ട് അവൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ വളരെ പെട്ടെന്ന് അത് പൂർത്തീകരിച്ച് കിട്ടുമെന്നുള്ളതാണ്. ആരെങ്കിലും എണ്ണം കൂടാതെ വർദ്ധിപ്പിക്കണം ഈ യാ ലത്തീഫ് എന്നുള്ളത്. ചില ആളുകൾ പറയലുണ്ട്, ഉസ്താദ് ഞാൻ കുറേ ചെല്ലലുണ്ട്, എണ്ണൊന്നും പിടിക്കാറില്ല എന്ന്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇസ്മ ഇങ്ങനെ എണ്ണം പിടിക്കാതൊക്കെ ചൊല്ലാൻ പറ്റും, കുറേ തവണ ഇങ്ങനെ ചൊല്ലാൻ. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഒരുപാട് തവണ അങ്ങനെ ചൊല്ലുക. ഒരെണ്ണമില്ലാതെ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അവനക്ക് യാതൊരു മുഷിപ്പും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന്. അവനിങ്ങനെ എണ്ണമൊന്നുമില്ലാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയല്ലേ, വളരെ പെട്ടെന്ന് അവൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നേടിയെടുക്കും. അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ലുത്തുഫ്, ഇറ്റ്സ് മീൻസ് അള്ളാഹുവിൻ്റെ ദയാവാത്സ്യങ്ങൾ, അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രത്യേകമായിട്ടുള്ളത് അവന് ലഭിക്കാൻ കാരണമാകും. അപ്പോൾ ഇത് കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരൊക്കെ യാ ലത്തീഫ് എന്നുള്ളത് പതിവാക്കുന്ന കുറേ ആളുകളുണ്ട്. യാ ലത്തീഫ് പതിവാക്കുന്നവരൊക്കെ ഒന്ന് എഴുതി അറിയിക്കണേ ഇൻഷാ അല്ലാഹ്. ഈ എണ്ണം വളരെ ആത്മാർത്ഥമായിട്ട് എണ്ണമില്ലാതെ ചൊല്ലാൻ പറ്റുന്നവർ അങ്ങനെ ചൊല്ലുക. കുറേ തവണ യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ അല്ലാഹ് യാ ലത്തീഫ് യാ അല്ലാഹ് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. വിഷമങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഇല്ലായ്മ ചെയ്യാൻ ഉപകരിക്കുന്ന ഫലപ്രദമായ പ്രയോഗങ്ങൾ ഇതുകൊണ്ട് ഇനിയും വിശദീകരിക്കുവാനുണ്ട്.
ഇതിൻ്റെ അക്ഷരസംഖ്യ നമുക്കൊക്കെ അറിയാം, പലർക്കും അറിയാം. ലത്തീഫ് എന്ന് പറയുന്നതിൻ്റെ അദദ് എത്രയാണ്? ഇത് പറയുന്നതിൻ്റെ മുമ്പ് തന്നെ അറിയുന്നവരുണ്ട്. ഈ യാ ലത്തീഫ് എന്നുള്ളത് ചൊല്ലുന്ന ആളുകളൊക്കെ ഒന്ന് എഴുതി അറിയിക്കണം, സ്ഥിരമായിട്ട് ചൊല്ലുന്നവർ. ലത്തീഫ് എന്നുള്ളതിൻ്റെ അദദ് എത്ര? ലാം എന്നുള്ളത് 30 ത്വാ അത് 9 യാ 10 ഫാ അത് 80. അപ്പം എങ്ങനെ? ലാം 30, ത്വാ 9, യാ 10, ഫാ 80. അപ്പോൾ ആകെ ടോട്ടൽ അത് 129. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ പേരിൽ നിന്ന് അറിയപ്പെട്ടൊരു ഒരു മലക്കുണ്ട്, അതാണ് ഇതിൻ്റെ ഖാദിമ്. അവരുടെ കീഴിൽ നായകന്മാരുണ്ട്, 4 നായകന്മാർ. ഓരോ നായകന് കീഴിലും 129 അണികളുണ്ട്. ഓരോ അണികളിലും 129 മലക്കുകളുണ്ട്. കാരുണ്യത്തിൻ്റെ മലക്കുകളെ സഹായിക്കുന്നതാണ് അവരുടെയൊക്കെ ജോലി. റഹ്മത്തിൻ്റെ മലക്കുകളുടെ താങ്ങായി വർത്തിക്കുകയാണ് അവർ. അപ്പോൾ റഹ്മത്തിൻ്റെ മലക്കുകളും സുദൃഢമായ ബന്ധങ്ങൾ, അവർ തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ട്. അപ്പോൾ വളരെ മയത്തോടെ മാർദ്ദവത്തോടെയാണ് അവർ വിധികളൊക്കെ നടപ്പിൽ വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് ലഭിക്കുമെന്നുള്ളതാണ്. ഈ ഇസ്മൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരിലേക്ക് ഇതിൻ്റെ ഹാദിമ് ഇറങ്ങി വന്നിട്ട് അവൻ്റെ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് വിശദമായി സംസാരിക്കുമ്പോൾ അതിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളുണ്ട്. റിയാദൊക്കെ പൂർത്തിയാക്കി വീട്ടിയിട്ട് ഇതിങ്ങനെ ചൊല്ലി ഇസ്മിലിങ്ങനെ ലയിക്കുന്ന ആളുകളുണ്ട്. അങ്ങേയറ്റത്തെ ആത്മീയതയിലെത്തിയിട്ടുള്ള ആളുകൾ. അവരിലേക്കൊക്കെ സാധാരണക്കാർക്കൊന്നും അത് ലഭിക്കില്ല. അവരിലേക്കൊക്കെ ഇതിൻ്റെ ഹാദിമീങ്ങൾ വന്ന് അവരെ പട്ടണിയിക്കുകയും അതിലൊരു പട്ട് പ്രത്യക്ഷമായതും മറ്റൊന്ന് പരോക്ഷമായതും ആയിരിക്കും. അങ്ങനെ വലിയ അത്ഭുതങ്ങൾ അവർക്കൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. നമുക്കൊന്നും കഴിയില്ല. അതതിൻ്റെ കഠിനമായ റിയാദകളൊക്കെ പൂർത്തിയാക്കി വീട്ടിൽ ഇസ്മിലൊക്കെ അലിഞ്ഞു ചേർന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ ലഭിക്കുന്നതാണ്. അത്തരം നിഗൂഢമായ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ചർച്ചകളൊന്നും നമ്മളിത്തരം പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പറയാറില്ല. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്മ കൊണ്ട് നേടിയെടുക്കാവുന്ന ഗുണങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.